കടലിരുമ്പുന്നത് കരയെ തൊടാനാണെങ്കിൽ ഹോർമൂസ് ഇരുമ്പുന്നത് ലോകം തന്നെ വിറപ്പിക്കാനാണ്. ആഗോള ശക്തികൾക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത പേർഷ്യൻ കരുത്തിന്റെ പ്രഖ്യാപനമാണ് ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ എന്ന സിംഹം അതിന്റെ അതിരുകൾ വരച്ചു കഴിഞ്ഞു. ആ അതിര് ലംഘിക്കുന്നവർക്ക് ഇനി മടക്കയാത്രയുണ്ടാകില്ല. ഇത്രയും കാലം ലോകശക്തി എന്ന് വിളിക്കപ്പെട്ടവർ കരുതിയത് സമുദ്രപാതകൾ തങ്ങളുടെ തറവാട്ട് സ്വത്താണെന്നാണ്. എന്നാൽ ഹോർമൂസ് എന്നത് ഇറാന്റെ വാതിലാണ്. ആ വാതിൽ തുറക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ടെഹ്റാനിൽ നിന്നുള്ള നിർദ്ദേശങ്ങളായിരിക്കും. സുരക്ഷാ കോഡുകളും നികുതികളും വെറും ചട്ടങ്ങളല്ല, മറിച്ച് തങ്ങളുടെ മണ്ണിലും വെള്ളത്തിലും തങ്ങൾ തന്നെയാണ് രാജാവ് എന്ന ഇറാന്റെ ഉറച്ച പ്രഖ്യാപനമാണ്. കടലിൽ കപ്പലോടിക്കാൻ ആർക്കും പറ്റും, പക്ഷെ ഹോർമൂസിൽ കപ്പലോടിക്കണമെങ്കിൽ ഇറാന്റെ അനുവാദം വേണം. അത് നിയന്ത്രണമല്ല, പേർഷ്യൻ കടലിലെ പുതിയ നിയമമാണ്. ലോകത്തിന്റെ ഊർജ്ജസിരിയുടെ 20% തങ്ങളുടെ കയ്യിലാണ് എന്ന് ഇറാൻ വീണ്ടും തെളിയിച്ചിരിക്കുന്നു. സാമ്പത്തിക ഉപരോധങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിക്കാൻ നോക്കിയവർക്ക് ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ശ്വാസം പിടിച്ചു നിർത്താൻ തങ്ങൾക്കാവുമെന്ന് ഇറാൻ കാണിച്ചു കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഞങ്ങളുടെ ആകാശത്തെ അടച്ചപ്പോൾ ഞങ്ങൾ ഒന്നും മിണ്ടിയില്ല, പക്ഷേ ഞങ്ങൾ ഈ കടലിടുക്ക് ഒന്ന് കണ്ണു ചെമ്മിയാൽ ലോകം ഇരുട്ടിലാകും. പവർ എന്ന് പറയുന്നത് കയ്യിലുള്ള തോക്കിന്റെ എണ്ണമല്ല, ലോകത്തിലെ സ്വിച്ച് എവിടെയാണ് എന്നാണ് ആദ്യം അറിയേണ്ടത്. ഇറാൻ കൊണ്ടുവരുന്ന രഹസ്യ തിരിച്ചറിയൽ കോഡുകൾ ശരിക്കും ശത്രു രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുന്നവയാണ്. ആരാണ് വരുന്നത്, എന്തിനാണ് വരുന്നത് എന്ന് കൃത്യമായി അറിയാനുള്ള ഇറാന്റെ അവകാശം അന്താരാഷ്ട്ര നിയമങ്ങൾക്കും മുകളിലാണ്. ഈ കടലിലൂടെ കപ്പലുകൾ പോകുന്നത് ഇറാന്റെ ഔദാര്യത്തിലാണ്, അല്ലാതെ ആരുടെയും അധികാരത്തിലല്ല. ഹോർമൂസിലെ വെള്ളത്തിന് പേർഷ്യൻ വീര്യത്തിന്റെ മണമാണ്. അവിടെ കോഡുകൾ ചോദിക്കുന്നത് സുരക്ഷയ്ക്കല്ല, മറിച്ച് വരുന്നത് ശത്രുവാണ് എങ്കിൽ ആ വെള്ളത്തിൽ തന്നെ അങ്ങ് കുഴിച്ചു മൂടാനാണ്. അമേരിക്കയുടെയോ പാശ്ചാത്യ ശക്തികളുടെയോ യുദ്ധക്കപ്പലുകൾ കണ്ടാൽ ഭയപ്പെടുന്ന കാലം അങ്ങ് കഴിഞ്ഞുപോയി. ഡ്രോണുകളും മിസൈലുകളും സജ്ജമാക്കി ഇറാൻ സൈന്യം ഹോർമൂസിൽ കാവലിരിക്കുന്നു. ഓരോ തുള്ളി എണ്ണയ്ക്കും ഇനി ഇറാന്റെ വിലയുണ്ടാകും. അത് പ്രതികാരമല്ല, മറിച്ച് സ്വയം പ്രതിരോധിക്കാനുള്ള ഒരു രാജ്യത്തിന്റെ ചങ്കൂറ്റമാണ്, നട്ടെല്ലുള്ളവന്റെ ചങ്കൂറ്റം. ചരിത്രം തിരുത്തി കുറിക്കാൻ അല്ലെങ്കിൽ തിരുത്തി എഴുതാൻ വരുന്നവരോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ: ഹോർമൂസ് കടലിടുക്ക് ഇറാന്റെ നെഞ്ചാണ്. അങ്ങോട്ട് വിരൽ ചൂണ്ടാൻ വരുന്നവന്റെ കൈ അവിടെ തന്നെ ബാക്കിയുണ്ടാകുമെന്ന് കരുതരുത്. ഹോർമൂസിൽ നിന്ന് വരുന്നത് വെറും വാർത്തയല്ല, ഒരു മുന്നറിയിപ്പാണ്. ലോകശക്തികൾ എത്ര തന്നെ സമ്മർദ്ദം ചെലുത്തിയാലും സ്വന്തം കടൽ തീരത്ത് ഇറാൻ നടത്തുന്ന ഈ കരുത്തുറ്റ പ്രകടനം ലോക ഭൂപടത്തിലെ പുതിയ അധികാര കേന്ദ്രങ്ങളെ അടയാളപ്പെടുത്തുന്നു. ഇറാൻ തുടങ്ങിവെച്ച ഈ നീക്കം എവിടെ അവസാനിക്കുമെന്ന് ലോകം കാത്തിരുന്നു കാണട്ടെ. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ വരയ്ക്കുന്ന അതിർവരമ്പുകൾ വെറുമൊരു നിയന്ത്രണമല്ല, അത് പേർഷ്യൻ കടലിലെ അധിപർ ആര് എന്ന കൃത്യമായ ഓർമ്മപ്പെടുത്തലാണ്. രാജ്യാന്തര സമുദ്ര സംഘടനയായ IMOയ്ക്ക് മുന്നിൽ ഇറാൻ നൽകിയ വിശദീകരണം ഇപ്പോൾ ലോകശക്തികളെ ഞെട്ടിച്ചിട്ടുണ്ട്. നിയമത്തിന്റെ ഭാഷയിലും ആയുധത്തിന്റെ കരുത്തിലും ഇറാൻ ഒരുപോലെ സംസാരിക്കുന്നു. അന്താരാഷ്ട്ര നിയമങ്ങൾ, അതായത് ഇന്റർനാഷണൽ മാരിടൈം ലോസ്, അത് തങ്ങൾക്കും ബാധകമാണ് എന്ന് ഇറാൻ ലോകത്തോട് വിളിച്ചു പറയുന്നു. എന്നാൽ ആ നിയമങ്ങൾ തങ്ങളെ തളയ്ക്കാനുള്ളതല്ല, മറിച്ച് തങ്ങളുടെ മണ്ണ് സംരക്ഷിക്കാനുള്ളതാണ് എന്ന് ഇറാൻ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ആക്രമണകാരികളായ കപ്പലുകളെ തടയുക എന്നത് ഒരു തീരദേശ രാജ്യത്തിന്റെ അവകാശമാണ് എന്ന ഇറാന്റെ പ്രഖ്യാപനം പാശ്ചാത്യ ശക്തികളുടെ നട്ടെല്ലിലൂടെ ഒരു മിന്നൽ പിണറായി കടന്നുപോയി. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ വിരിച്ച വല വെറുമൊരു സൈനിക വലയമല്ല, അതൊരു അത്യാധുനിക ഡിജിറ്റൽ ചക്രവ്യൂഹം കൂടിയാണ്. ആഗോള ജലപാതയെ നിയന്ത്രിക്കാൻ ഇറാൻ കൊണ്ടുവരുന്ന രഹസ്യ ഹൈ ഫ്രീക്വൻസി സിഗ്നൽ സംവിധാനം ഇപ്പോൾ ലോകത്തിലെ വൻ ശക്തികളെ പോലും അമ്പരപ്പിച്ചിരിക്കുകയാണ്. കടലിൽ ഒരു സൈനിക നിയന്ത്രിത ടോൾ സിസ്റ്റം നിലവിൽ വരുമ്പോൾ കളി മാറുകയാണ്. ഇനി ഹോർമൂസിലൂടെ കടന്നു പോകാൻ വെറും ഒരു കപ്പൽ മാത്രം പോരാ, ഇറാന്റെ അനുമതിയുള്ള രഹസ്യ തിരിച്ചറിയൽ കോഡുകൾ കൂടി വേണം. അത്യാധുനിക ഹൈ ഫ്രീക്വൻസി സിഗ്നലുകളിലൂടെ ഇറാൻ നാവികസേനയുമായി നേരിട്ട് സംവദിക്കുന്ന കപ്പലുകൾക്ക് മാത്രമേ ഇനി സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ കഴിയൂ. ശത്രുവിനെയും മിത്രത്തെയും തിരിച്ചറിയുന്ന ഈ ഡിജിറ്റൽ ചാരക്കണ്ണ് മറികടക്കുക അസാധ്യമാണ്. കടലിലെ ഓരോ തിരമാലയിലും ഇനി ഇറാന്റെ ഒപ്പുണ്ടാകും. തങ്ങളുടെ സിഗ്നൽ സിസ്റ്റത്തിലെ പച്ച തെളിയാത്ത ഒരു എൻജിൻ പോലും ഇനി ഹോർമൂസിൽ ശബ്ദിക്കില്ല. ഇത് വെറുമൊരു പാതയല്ല, ഇറാന്റെ അനുവാദമില്ലാതെ ആർക്കും തുറക്കാൻ കഴിയാത്ത ഒരു ഡിജിറ്റൽ പൂട്ട് തന്നെയാണ്. അന്താരാഷ്ട്ര ജലപാതയിൽ ഇത് ആദ്യമായാണ് ഒരു രാജ്യം ഇത്രയും ശക്തമായ ഒരു സൈനിക ടോൾ സിസ്റ്റം നടപ്പിലാക്കുന്നത്. സുരക്ഷിതമായി കടന്നു പോകുന്നതിന് പകരമായി ഇറാൻ ഈടാക്കുന്ന ഫീസുകൾ ലോകവിപണിയെ വിറപ്പിക്കുന്നുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾ ഇതിനെ സമുദ്ര സ്വാതന്ത്ര്യത്തിന് എതിരായ നീക്കമായി കാണുമ്പോൾ സ്വന്തം അതിർത്തി കാക്കാനുള്ള ഇറാന്റെ ചങ്കൂറ്റം ലോക ചരിത്രത്തിൽ പുതിയൊരു അധ്യായം തന്നെ കുറിക്കുകയാണ്.
ഫ്രീഡം ഓഫ് നാവിഗേഷൻ എന്ന് പറഞ്ഞ് അധികാരം കാണിക്കാൻ വരുന്നവർ ഓർത്തോളൂ, ഹോർമൂസിൽ ഇനി സൗജന്യ യാത്രയില്ല. ഇത്ര നാളും അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഇറാന്റെ ഔദാര്യം മാത്രമായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഓരോ കപ്പലിനും ഓരോ കോഡ് ഉണ്ടാകും, ഓരോ കോഡിനും ഇറാന്റെ വിലയും ഉണ്ടാകും. നിയമം ഞങ്ങളുടേതാണ്, നിയന്ത്രണം ഞങ്ങളുടേതാണ്, കാരണം ഈ കടൽ ഞങ്ങളുടേതാണ്. IMOയ്ക്ക് നൽകിയ വിശദീകരണത്തിൽ ഇറാൻ വ്യക്തമാക്കിയതുപോലെ ആക്രമണകാരികളെ തടയുക എന്നത് ഒരു തീരദേശ രാജ്യത്തിന്റെ അവകാശമാണ്. അന്താരാഷ്ട്ര നിയമങ്ങളെ സ്വന്തം താല്പര്യങ്ങൾക്കായി വളച്ചൊടിക്കുന്നവർക്ക് അതേ നിയമം കൊണ്ട് തന്നെ മറുപടി നൽകാൻ ഇറാന് സാധിക്കുന്നു. രഹസ്യ കോഡുകളില്ലാതെ വരുന്ന കപ്പലുകൾക്ക് ഹോർമൂസ് ഒരു ഇരുമ്പ് തുരുത്തായി മാറും. നിയമപുസ്തകത്തിലെ വരികൾ നോക്കിയല്ല ഞങ്ങൾ തോക്കെടുക്കുന്നത്, ഞങ്ങളുടെ മണ്ണിലെ അവകാശം നോക്കിയാണ്. ലോകത്തിനു മുന്നിൽ ഞങ്ങൾ നൽകിയ വിശദീകരണം വളരെ ലളിതമാണ്. ഞങ്ങളെ ബഹുമാനിക്കുന്നവർക്ക് വഴിയുണ്ട്, വെല്ലുവിളിക്കുന്നവർക്ക് ചുട്ടുപൊള്ളുന്ന പേർഷ്യൻ കടലുമുണ്ട്. സാങ്കേതിക വിദ്യയും സൈനിക വീര്യവും ഒത്തുചേരുന്ന ഹോർമൂസ് ഇപ്പോൾ ഇറാന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. ഈ ഡിജിറ്റൽ ടോൾ സിസ്റ്റം ലോകക്രമത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഇറാന്റെ ഓരോ സിഗ്നലും ലോക വിപണിയുടെ താളലയങ്ങളെ നിയന്ത്രിക്കുന്ന കാലം അതിദൂരമല്ല. കടൽ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് എന്ന് പറയുന്നവർക്ക് വേണ്ടി വീണ്ടും ഒരു മുന്നറിയിപ്പ്. നിങ്ങളുടെ വീട്ടുമുറ്റത്തെ കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കണമെങ്കിൽ അത് നിങ്ങളുടെ അനുവാദത്തോടു കൂടി മാത്രമായിരിക്കണം. അതുപോലെ തന്നെയാണ് അന്താരാഷ്ട്ര നിയമം ഞങ്ങൾക്ക് വെറും ഒരു പുസ്തകമല്ല, അത് ഞങ്ങളുടെ പരമാധികാരത്തിന്റെ കവചമാണ് എന്ന് ഇറാൻ ഇവിടെ അടിവരയിട്ട് പറയുന്നു. സമുദ്ര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ വരുന്ന പാശ്ചാത്യ രാജ്യങ്ങളോട് ഇറാന് ഒന്ന് മാത്രമേ പറയാനുള്ളൂ: നിങ്ങളുടെ അധിനിവേശ കപ്പലുകൾക്ക് ഈ പാതയിൽ ഇനി സ്ഥാനമില്ല. ആക്രമണകാരികൾ എന്ന് ഇറാൻ വിശേഷിപ്പിക്കുന്നത് ആരെയാണ് എന്ന് ലോകത്തിന് കൃത്യമായി അറിയാം. ഈ കപ്പലുകളെ നിയന്ത്രിക്കുന്നത് ഇറാന്റെ മണ്ണിലെ ഓരോ പൗരന്റെയും അവകാശമാണ് എന്ന നിലപാട് ഒരടി പോലും പിന്നോട്ടില്ലാത്ത പോരാട്ട വീര്യത്തിന്റെ തെളിവാണ്. സ്വാതന്ത്ര്യം എന്നാൽ തോന്നും പോലെ നടക്കലല്ല. ഞങ്ങളുടെ അതിർത്തിക്കുള്ളിൽ കയറി അധികാരം കാണിക്കാൻ വരുന്നവന്റെ കപ്പലുകൾക്ക് ഹോർമൂസ് ഒരു ശവപ്പറമ്പായി മാറും. ഇത് ഇറാന്റെ താക്കീതാണ്, പേർഷ്യൻ സിംഹത്തിന്റെ ഗർജനം. ഇറാന്റെ ഈ നീക്കങ്ങൾ അന്താരാഷ്ട്ര സമുദ്ര സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമാണ് എന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുമ്പോഴും ലോകം ഭീതിയോടെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. കാരണം ഹോർമൂസ് അടഞ്ഞാൽ അത് വെറുമൊരു പാതയല്ല, ലോകത്തിന്റെ സാമ്പത്തിക ഭദ്രതയാണ് അവിടെ തകരുന്നത്. ഇറാന്റെ ഓരോ നീക്കവും ഒരു ചെസ് കളിയിലെ ചെക്ക്മേറ്റ് പോലെ കിറുകൃത്യമാണ്. ചർച്ചകളുടെ മേശപ്പുറത്ത് നിങ്ങൾ ഞങ്ങളെ ഒറ്റപ്പെടുത്താൻ നോക്കുമ്പോൾ ലോകത്തിന്റെ ഊർജ്ജസിരിയുടെ താക്കോൽ ഞങ്ങളുടെ കയ്യിലാണ് എന്ന കാര്യം വിസ്മരിക്കരുത്. നിയമം ഞങ്ങൾ പാലിക്കും, പക്ഷേ ആ നിയമം എഴുതുന്നത് ഇനി മുതൽ ഞങ്ങളുടെ ചങ്കൂറ്റം കൊണ്ടായിരിക്കും. IMOയ്ക്ക് നൽകിയ മറുപടിയിലൂടെ ഇറാൻ ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു: ഇനി ഹോർമൂസിൽ പഴയ കളി നടക്കില്ല. നിയമത്തിന്റെ പിൻബലത്തോടെ ശത്രുക്കളെ കടലിന് പുറത്തു നിർത്താൻ ഇറാൻ സജ്ജമാണ്. ലോകം ഉറ്റുനോക്കുന്നത് ഇറാന്റെ അടുത്ത നീക്കത്തിലേക്കാണ്. ആ നീക്കം ഒരുപക്ഷെ ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം.